ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് നിറച്ച് മുരിങ്ങയിലൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് അടിച്ച് ക്ലീനാക്കാൻ നിന്നു കേട്ടോ. ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇല കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് തന്നെ ചായ വെക്കാം കേട്ടോ. ഫസ്റ്റ് ചായയിലാണല്ലോ തുടക്കം. അപ്പോൾ ആദ്യം നമുക്ക് കട്ടൻ തിളപ്പിച്ചിട്ട് ഏട്ടന് കൊടുക്കണം. അപ്പോൾ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറക്കം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഏട്ടൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടിട്ട് എന്നെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ആയതിൻ്റെ പേരിലാണ് ഇത്തിരി മടി. സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി ചായ ഉണ്ടാക്കണം കേട്ടോ. അതായത് ഇഞ്ചിയും കുരുമുളകും ചതച്ചിട്ട് അതിലിടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചായ ഉണ്ടാക്കാറ് വീട്ടിൽ സാധാരണ. അപ്പോൾ ഇഞ്ചിയിൽ അത്യാവശ്യം കേടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഇഞ്ചിയിലൊക്കെ ചെറുതായിട്ട് കേടുണ്ടാവാറുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നത് വാതിലൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. മഴ പെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മുറ്റത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കണത്. വേറെ ഒന്നല്ല, വേലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇനി കാറ്റത്തൊക്കെ വീണിട്ടുണ്ടോ എന്നാണ് ആൾ നോക്കിയത്. അങ്ങനെ ഇഞ്ചിയൊക്കെ നന്നാക്കിയിട്ട് ചതച്ച് ചായയിലിടാൻ നിൽക്കേണ്ട. പിന്നെ നമ്മുടെ കുരുമുളക് എടുക്കുക, അതും ചതച്ചിട്ട് ചായയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഇഞ്ചിയും കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ചായപ്പൊടി ഇടണമെങ്കിൽ കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. വയറിനൊക്കെ നല്ല സുഖമാണ് ഇഞ്ചി ചായ കുടിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കും. ഇടയ്ക്ക് എനിക്ക് പാൽ ചായയോ പാൽ കാപ്പിയൊക്കെ വേണം. അപ്പോൾ ചായ സെറ്റായിട്ടുണ്ട്. പിന്നെ ചായ ഏട്ടനെ കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ പാല് മേടിച്ച് വെക്കും. ഗുഡ് ലൈഫിൻ്റെ പാല് മേടിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് മാത്രമല്ലേ. അപ്പം ഞാനതൊരു പാക്കറ്റ് മേടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഏട്ടനുള്ള ചായ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കൊടുക്കാം. അപ്പം എനിക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് കാപ്പി എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കണൊരു പതിവ് എനിക്കുണ്ട്. കാപ്പി അത്ര നല്ലതല്ല നമ്മളെപ്പോഴും കുടിക്കുന്നത്, എന്നാലും ഒരാഗ്രഹം കുടിക്കാൻ. അപ്പോൾ എൻ്റെ കാപ്പിക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ എടുത്ത്, അപ്പോൾ കാപ്പിപ്പൊടി ഞാൻ ഒരു പാക്കറ്റ് മൊത്തമൊന്നും ഇടില്ല കേട്ടോ. നമ്മൾ 2 രൂപയുടെ പാക്കറ്റൊക്കെ കുറച്ചധികം മേടിച്ചേക്കും. അത് മുഴുവനൊന്നും ഞാൻ ഇടില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ബാക്കി വെക്കും. അപ്പോൾ അത് കട്ടാവും. കട്ടായാലും ഇങ്ങനെ അതിങ്ങനെ കുറേശ്ശെ തോണ്ടി എടുത്തിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാപ്പി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ കാപ്പിയും കുടിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കേണ്ട. ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല. രണ്ടാമത് കുടിച്ചപ്പോൾ എൻ്റെ നാവ് പൊള്ളിപ്പോയിട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ എന്താണ് ആലോചിക്കുന്നത് വെച്ചാൽ മുട്ട മേടിച്ചില്ലേന്ന് ഇങ്ങനെ ആലോചിക്കേണ്ട. സത്യം പറഞ്ഞാൽ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ ദോശയും, അതായത് ആട്ടപ്പൊടിയും മുട്ടയും കൂടെ മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അതാണ് ഞാൻ മുട്ട നോക്കിയത്. പക്ഷേ മുട്ട ഉണ്ടായില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ആട്ടപ്പൊടി എടുത്തിട്ട് അങ്ങോട്ട് കലക്കി ചുടാന്ന് വെച്ചു. ആട്ടപ്പൊടി പിന്നെ റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ക്ഷാമമില്ലല്ലോ. പക്ഷേ ഈ ആട്ടപ്പൊടി ഉള്ള ദോശ അത്ര വലിയ സോഫ്റ്റ് അല്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കാറുണ്ട്. ഇതത്ര വലിയ സോഫ്റ്റ് ഒന്നുമില്ല, എന്നാലും ചുടാം. പിന്നെ ഏട്ടന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഗോതമ്പ് ദോശ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ പിന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് ദോശ ചൂടാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ കറി കാണിച്ചില്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. കറി ഞാൻ ഇന്നലെ വെച്ചതായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി വെച്ച കറിയായിരുന്നു. പരിപ്പും ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് വെച്ചതാണ്. അപ്പോൾ രാത്രി വെച്ചുകൊണ്ട് കറി അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നങ്ങോട്ട് രാവിലത്തേക്ക് കൂട്ടാൻ എഴുതി. അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചൂടാക്കണമെങ്കിൽ. പിന്നെ എൻ്റെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയുണ്ട. അപ്പോൾ ദോശയൊക്കെ ചുട്ട് റെഡി ആയിട്ട് വേണം ഏട്ടന് ചായ കൊടുക്കണം. അപ്പോൾ ഏട്ടൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും കുളിക്കാനൊക്കെ പോകും. അപ്പോൾ പിന്നെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ചാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായി. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് കഴുകി സെറ്റാക്കി വെക്കട്ടെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഏട്ടൻ കുളിച്ചതാ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഞങ്ങളുടെ സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ തിരിയൊക്കെ വെക്കും. 2 നേരം വെക്കും. രാവിലെ ഏട്ടനും വൈകിട്ട് ഞാനും വെക്കും കേട്ടോ. അങ്ങനെ ഏട്ടൻ തിരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് ചായ കുടിക്കാനിരിക്കുമ്പോഴേക്കും ഞാൻ ചായ കൊണ്ടേ ടേബിളുമ്മ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ ചായക്ക് കറികളൊക്കെ എടുക്കേണ്ട.
അങ്ങനെ ദാ കറിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ദോശയും കൊണ്ടുപോയി കൊടുത്തിട്ട് ഏട്ടന് ജോലിക്ക് പോകണം കേട്ടോ. അപ്പം മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട് പോകാൻ. അതിപ്പോൾ നമ്മളും കണക്കാണല്ലോ, ഞാനൊക്കെ കണക്കാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ചെറിയ മഴയൊക്കെ കണ്ടാൽ മടിയാവും നമുക്ക്. അങ്ങനെ ആൾ ചായ കുടിക്കേണ്ട കേട്ടോ. ചായ കുടിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ദാ ചായ കുടിക്കട്ടെ. മഴ പെയ്തു ഗായ്സ്, മഴ. എൻ്റെ വീട്ടിലെ സുന്ദരി, ഗായ്സ്, ഒരു മഴ പെയ്തപ്പോഴേക്കും ജോലിക്ക് പോകാൻ മടിയുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു. മിസ്റ്റർ, ജോലിക്ക് പോകുന്നില്ലേ? മഴയാണെങ്കിൽ കോട്ടിട്ട് പോകണം. മഴ തോർന്നിട്ട് പോവാന്ന്. മഴ പൊടിയൊന്നുള്ളൂ, കാണും കൂടിയില്ല വീഡിയോ. അങ്ങനത്തെ ആ മഴയൊക്കെ കൂടിയപ്പോൾ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പിന്നെ ഞാൻ പറഞ്ഞ ആളിത് ഇറങ്ങിയിട്ടാ. മഴയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് പോയതിൻ്റെ പിന്നാലെ ഞാൻ കുളിക്കാൻ നിന്നു കേട്ടോ. ഗായ്സ്, കുളിയൊക്കെ കഴിഞ്ഞ് ചുന്തിരിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയണത് ഒരു കുറിയോടല്ലേ. അപ്പോൾ ഗുരുവായൂരിന് കിട്ടിയ കളബോണ്ടിത്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾ വഴിപാട് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കളബോണ്ടാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളബം ഞങ്ങൾക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഈ കളബം. ഒറിജിനലാണല്ലോ, അതുകൊണ്ടാണല്ലോ. നല്ല സ്മെല്ലും, തൊട്ടാലും നല്ലൊരു ഐശ്വര്യം തോന്നും നമുക്ക് കേട്ടോ. പിന്നെ അത് അത്യാവശ്യം നേരം നമ്മുടെ നെറ്റിമേൽ ഉണ്ടാവും കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ പോകുമൊന്നുമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നിട്ടാ. ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഉച്ചക്കലത്തെ പരിപാടികൾ തുടങ്ങണമല്ലോ. അപ്പോൾ അതാ ചായ കുടിക്കേണ്ട. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.